ഇടുക്കിയിലോട്ടൊന്ന് പോകാം. ഇടുക്കിയിൽ എന്താ പണിമുടക്കിന്റെ അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. ഇടുക്കിയിൽ പണിമുടക്ക് പൂർണ്ണമാണ്. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുന്നു. മൂന്നാർ, നെടുങ്കണ്ടം, കട്ടപ്പന KSRTC ഡിപ്പോകളിൽ നിന്നും ഒരു ബസ് പോലും സർവീസ് നടത്തിയിട്ടില്ല. സ്വകാര്യ വാഹനങ്ങളും നിരത്തിൽ കുറവാണ്. രാഹുൽ സുരേഷും മനീഷ് മഹിപാലും ചേരുന്നുണ്ട് തത്സമയം. രാഹുൽ ഇടുക്കിയിൽ നിന്നും, മനീഷ് സെക്രട്ടേറിയറ്റിൽ കന്റോൺമെന്റ് ഗേറ്റിന് മുന്നിൽ നിന്നുമാണ് ചേരുക. ആദ്യം രാഹുലിലേക്ക് പോകുന്നു. രാഹുൽ, ഇടുക്കിയിൽ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? വാഹനങ്ങളൊന്നും കാണുന്നില്ലല്ലോ, പൊടി പോലുമില്ലേ? സ്വകാര്യ വാഹനങ്ങൾ പോലും കണ്ടുപിടിക്കാൻ ഇടുക്കിയിൽ. അരുൺ, ഇടുക്കിയിൽ പണിമുടക്ക് പൂർണ്ണമാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു കിളിക്കുഞ്ഞു പോലും ഇപ്പോഴുള്ള ഒരു കട്ടപ്പനയിൽ ഇല്ല എന്ന് തന്നെ പറയാം. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ്. സ്വകാര്യ വാഹനങ്ങളൊന്നും തന്നെ നിരത്തിലിറങ്ങിയിട്ടില്ല. സാധാരണ വർക്കിംഗ് ഡേയ്സിൽ കട്ടപ്പന ബസ് സ്റ്റാൻഡ് നിറഞ്ഞു കവിഞ്ഞ ആളുകൾ ഉള്ളതാണ്. സ്വകാര്യ ബസ്സുകളൊക്കെ ആവശ്യത്തിലധികം സർവീസ് നടത്തേണ്ടതാണ്. പക്ഷേ കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ ഉൾപ്പെടെ ഇന്ന് ആളുകൾ ആരും തന്നെ എത്തിയിട്ടില്ല. വാഹനങ്ങൾ ഒന്നും തന്നെ ഇല്ല. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ്. മൂന്നാർ, നെടുങ്കണ്ടം, കട്ടപ്പന KSRTC ഡിപ്പോയിൽ നിന്നും ഇതുവരെയും ഒരു സർവീസ് നടത്തിയിട്ടില്ല. ക്രൂ എത്തുകയാണെങ്കിൽ സർവീസ് നടത്താം എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. കുമിളിയിൽ നിന്നും പമ്പയിലേക്ക് KSRTC സർവീസ് നടത്തുന്നുണ്ട്. കാരണം നാളെ ശബരിമല നട തുറക്കുന്ന ദിവസം കൂടി ആയതുകൊണ്ട് തന്നെ കുമിളിയിൽ നിന്നും പമ്പയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. മൂലമറ്റത്തു നിന്നും ഒരു ബസ് തൃശ്ശൂരിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. തൊടുപുഴ ഡിപ്പോയിൽ നിന്നും ഏതാനും ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് എന്നതാണ് പറയുന്നത്. ചേട്ടാ, ഇവിടെയുള്ള ആളാണോ? കട നടത്തുന്ന ആളാണോ? അല്ല, ഇവിടെയുള്ള ആളാണ്. കട്ടപ്പന ടൗണിന്റെ അടുത്തുള്ള ആളാണ്. പണിമുടക്ക് എന്തായാലും പൂർണ്ണമാണ്. പണിമുടക്ക് പൂർണ്ണമാണ്. പണിമുടക്ക് എല്ലായിടത്തും പൂർണ്ണമാണ്. ഒരു യാത്രക്കാരുമില്ല, വാഹനങ്ങളില്ല, പൂർണ്ണമാണ് പണിമുടക്ക്. ആവശ്യമുള്ളതാണോ പണിമുടക്ക്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പണിമുടക്ക്, ഇലക്ഷൻ വരുന്ന സാഹചര്യത്തിലുള്ള ഒരു പണിമുടക്കാണ്. അതിനകത്ത് തൊഴിലാളികളുടെ പ്രശ്നങ്ങളാണ് കൂടുതലും. അരുൺ, 1-2 ഓട്ടോകൾ ബസ് സ്റ്റാൻഡിലുണ്ട്. പക്ഷേ നമ്മൾ ലൈവ് അയൽപ്പിച്ചപ്പോഴത്തേക്ക് ആ ചേട്ടന്മാർ ഓടി രക്ഷപ്പെട്ടു. അതുകൊണ്ട് നമുക്ക് അവരുടെ പ്രതികരണത്തിലേക്ക് പോകാൻ സാധിക്കില്ല. എന്താണെങ്കിലും ഇടുക്കിയിൽ പണിമുടക്ക് പൂർണ്ണമാണ്. അരുൺ, ഓക്കെ, പണിമുടക്ക് ഇടുക്കിയിൽ പൂർണ്ണമാണ്. ഒരു കുഞ്ഞു പോലും ഇടുക്കിയിലോട്ട് വണ്ടി യാത്ര ചെയ്യാനുമില്ല. വണ്ടിയാണെങ്കിൽ യാത്ര സർവീസ് ഇല്ലേയും താനും. ഇനി നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. തിരുവനന്തപുരത്ത് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഒക്കെ തുറക്കേണ്ട സമയമായി. സമയം 9 മണി കഴിഞ്ഞ് 8 മിനിറ്റ്. അപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് ജീവനക്കാർ വരാനുള്ള സാധ്യത 2 സർവീസ് സംഘടനയിലും പെട്ടവരുണ്ടാവില്ല. ഇന്ന് ഡയസ്റ്റോൺ പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് മിക്കവാറും എല്ലാ ഓഫീസുകളും വിജനമായി തന്നെ നിൽക്കാനാണ് സാധ്യത. BMS-യുമായി ബന്ധപ്പെട്ട, BJP-യുമായി ബന്ധപ്പെട്ട സർവീസ് സംഘടനകളിൽപ്പെട്ടവർ മാത്രമായിരിക്കും ജോലിക്കെത്തുക. അവർ വന്നാൽ അവരെ തടയുമോ എന്നതുകൂടി നമുക്കൊന്നറിയണം. നമുക്ക് മനീഷ് അവിടെയുണ്ട്. മനീഷ് മഹിപാൽ സെക്രട്ടേറിയറ്റിലെ കന്റോൺമെന്റ് ഗേറ്റിന് മുന്നിലാണ് ഉള്ളത്. മനീഷ് മഹിപാൽ, ഗുഡ് മോർണിംഗ് മനീഷ്. ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഒക്കെ അവിടെ വന്നു ചേർന്നിട്ടുണ്ടോ? സമരത്തെ പൊളിക്കാൻ നിൽക്കുന്ന ഈ സമരക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കരിങ്കാലികളായിട്ടുള്ള മനുഷ്യർ വിത്തിൻ ഇൻവേർട്ടഡ് കോമ, അങ്ങനെ ആരെങ്കിലും ഒക്കെ ഈ കന്റോൺമെന്റ് ഗേറ്റ് കടന്ന് സെക്രട്ടേറിയറ്റിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ മനീഷ് മഹിപാൽ? ഡോക്ടർ അരുൺ, നിലവിൽ ഇവിടെ ജീവനക്കാർ ഏതാനും കുറച്ച് പേർ എത്തിയിട്ടുണ്ട്. 3000-ലധികം ജീവനക്കാരാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലുള്ളത്. ഞാൻ നിൽക്കുന്നത് കന്റോൺമെന്റ് ഗേറ്റിന്റെ സമീപത്താണ്. ഇവിടെ കൂടെയാണ് പ്രധാന കവാടം. ആളുകൾ കൂടുതലായി ജീവനക്കാർ എത്തുന്ന പ്രധാനപ്പെട്ട കവാടം ഇതാണ്. ഇതിലൂടെയാണ് എത്തുന്നത്. നമുക്ക് ഏതാനും ചില ചുരുക്കം വിരലിലെണ്ണാവുന്ന ജീവനക്കാർ നിലവിൽ എത്തിയിട്ടുണ്ട്. ആദ്യം, അതായത് 8 മണി മുതലാണ് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർ, ഈ ശുചീകരണ തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ എത്തിത്തുടങ്ങുക 8 മണിക്ക് ശേഷമാണ്. അങ്ങനെ 9 മണി മുതലാണ്, ഈ സമയം മുതൽ, അതായത് 9 മണി മുതൽ 10 മണി വരെ സെക്രട്ടേറിയറ്റിൽ നല്ല രീതിയിൽ ആളുകൾ, ജീവനക്കാർ എത്തുന്ന സമയമാണ്. പക്ഷേ ഇവിടെ വിരലിലെണ്ണാവുന്ന ഉദ്യോഗസ്ഥർ മാത്രമേ നിലവിൽ എത്തിയിട്ടുള്ളൂ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഡയസ്നോൾ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കൂടി BMS സംഘടനയിൽപ്പെട്ട ഏതാനും ജീവനക്കാരല്ലാതെ മറ്റ് സർവീസ് സംഘടനകളുള്ള ആരും നിലവിൽ ഇവിടേക്ക് എത്തി തുടങ്ങിയിട്ടില്ല. പക്ഷേ ഈ ഗേറ്റിന്റെ സമീപത്തുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ജീവനക്കാരെ തടയുകയോ അങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും ഇവിടെ എവിടെയും നിലവിൽ ഈ മണിക്കൂറിൽ എന്താണെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതെ, നമുക്ക് ഒരു പ്രതികരണം എടുക്കാൻ നിന്നില്ല. അവർ പെട്ടെന്ന് അങ്ങ് നടന്ന് പോയോണ്ടേ ഒന്നും അങ്ങനെ ആരെങ്കിലും ഒരു റിയാക്ഷൻ എടുക്കാൻ കിട്ടുമോ നോക്കി നിൽക്കുകയായിരുന്നു. പക്ഷേ നിലവിൽ അങ്ങനെ ഒരു തടയാൻ മറ്റ് ട്രേഡ് യൂണിയൻ സർവീസ് സംഘടനകൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അവരെത്തുന്നതിന് മുമ്പ് ചില ആളുകൾ ഉള്ളിൽ പ്രവേശിച്ചു അല്ലേ? സ്വാഭാവികമായിട്ടും ഈ സമയത്തൊക്കെ കുറച്ച് നേതാക്കന്മാരൊക്കെ മുമ്പിൽ കാണേണ്ടതല്ലേ സർവീസ് സംഘടനയുടെ നേതാക്കൾ? അതെ, സർവീസ് സംഘടനകളുടെ നേതാക്കൾ കാണേണ്ടതാണ്. പക്ഷേ ഇന്നലെ തന്നെ കാലെ കൂട്ടി അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം നേരത്തെ പ്രഖ്യാപിച്ച പണിമുടക്കായതുകൊണ്ട് തന്നെ സർവീസ് സംഘടനകളിൽ പെട്ട ജീവനക്കാർക്ക് നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. ഇതിലൊന്നും പെടാത്ത ജീവനക്കാരുണ്ടെങ്കിൽ ആ ആളുകൾ എത്തുമോ, ഒപ്പം തന്നെ അവരെ തടയുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ വരുന്ന മണിക്കൂർ അറിയാൻ സാധിക്കും. ഒപ്പം തന്നെ ഈ സെക്രട്ടേറിയറ്റിന്റെ പരിസരത്ത് അനുബന്ധ സ്ഥാപനങ്ങൾ ഒട്ടേറെ ഉണ്ട്. ഈ ചെറിയ മാടക്കടകളടക്കം, ചെറിയ ചായക്കടകളടക്കം അനുബന്ധ സ്ഥാപനങ്ങൾ ഒട്ടേറെ ഉണ്ട്. അത്തരം കടകൾ പോലും തുറന്നിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. കടകളൊക്കെ ആശ്രയിക്കുന്ന തൊട്ട് മുമ്പ് അണ്ണന്റെ ചായക്കടയുണ്ടല്ലോ, അത് തുറന്നിട്ടുണ്ടോ? ഇല്ല.
അടച്ചിട്ടേക്കുക. ഇല്ലില്ല, അടച്ചിട്ടേക്കുക. ഇല്ലില്ല, ചായക്കട തുറന്നിട്ടില്ല. ചായക്കടയുടെ മുമ്പിൽ ഒരു ചേട്ടൻ ഒരു തൊപ്പി വെച്ച് ഇരിപ്പുണ്ട്. പുള്ളി അദ്ദേഹം ഉറങ്ങുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രതികരണം വേണമെന്ന്. വേണ്ട, ഉറക്കാൻ ശല്യപ്പെടുത്തല്ല. പാവം മനുഷ്യനല്ലേ, ഉറങ്ങിക്കോട്ടെ. വേണ്ട മനുഷ്യ ഉറങ്ങിക്കോട്ടെ പാവം. ഉറങ്ങിയില്ലേ? ശരി. ഓക്കെ ശരി. മനീഷ, ഒരു കാര്യം കൂടി, നമ്മളിവിടുന്ന് ചായ കുടിക്കും, അവിടെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം എന്തെങ്കിലും ഉണ്ടോ അവിടെ? അരുൺ, നമ്മൾ ഇത്ര നേരം കഴിച്ചിട്ടാണ് വന്നത്. അതായത് പൂജപ്പുരയിൽ ജയിലിന്റെ ഫുഡ് ഉണ്ടല്ലോ, അവിടെ പോയാണ്. ചപ്പാത്തിയും അവിടെ ചിക്കൻ കറിയും ഉണ്ട്. 10 രൂപയ്ക്ക് ഒരു പാക്കറ്റ് ചപ്പാത്തിയും 30 രൂപയ്ക്ക് ചിക്കൻ കറിയും കിട്ടുന്ന ഫ്രീഡം ഫുഡ് ഉണ്ട്. അവിടെ പോയാണ് നമ്മൾ ആഹാരം കഴിച്ചത്. അങ്ങനെ നഗരത്തിൽ വേറെ എവിടെയും ആഹാരം കൊടുക്കുന്നില്ല. ചെറിയ ചായക്കടകൾ പോലും തുറന്നിട്ടില്ല. അങ്ങനെ ഫ്രീഡം ഫുഡ്, പൂജപ്പുരയിലുള്ള ഫ്രീഡം ഫുഡിലാണ് സമയം കൂടി കന്റോൺമെന്റ് ഗേറ്റിന്റെ പരിസരത്ത് നിൽക്കൂ. അവിടെ അസോസിയേഷൻകാരും യൂണിയൻകാരും ഒക്കെ ചിലപ്പോൾ വന്ന് ചിലപ്പോൾ സമരക്കാരെ തടയാനുള്ള സാധ്യതയുണ്ടോ എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. സാധാരണ ഇതൊക്കെ ഒരു നിത്യ സംഭവങ്ങളാണല്ലോ. എന്തായാലും അലക്സാണ്ടർ സാർ ഉള്ളതുകൊണ്ട് JLDGP ആയിരുന്ന സമയത്താണ് ഈ ഫ്രീഡം ഫുഡ് കൊണ്ടുവന്നത്. അതുകൊണ്ട് പൊതുപണിമുടക്ക് ദിവസവും ഹർത്താലിൻ്റെയും ബന്ദിൻ്റെയൊക്കെ ദിവസം തിരുവനന്തപുരം നഗരത്തിലുള്ള മറ്റു പണികൾക്കൊന്നും പോകാൻ പറ്റാത്ത, ഹോട്ടലുകൾ തുറക്കാത്തപ്പോൾ പട്ടിണി കിടക്കുന്ന മനുഷ്യർക്ക് ജയിലിൻ്റെ അവിടെ പോയിട്ട് ചപ്പാത്തി വാങ്ങിച്ച് കഴിക്കാം. കുറ്റവാളികളെ കൊണ്ട് അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട്.